കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വല്യശാല രാജു. കൊല്ലത്തെ ഹരിശ്ചന്ദ്ര ശിലയും ശ്മശാനവും. കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ശ്മശാനങ്ങളിലൊന്നാണ് കൊല്ലം പോളയത്തോട് ശ്മശാനം. കൊല്ലത്ത് പോളയത്തോട്ടിനടുത്ത് കപ്പലണ്ടിമുക്കിൽ കൊല്ലം തിരുവനന്തപുരം നാഷണൽ ഹൈവേക്കും റെയിൽവേ ലൈനിനും മധ്യേയുള്ള ശ്മശാനത്തിന് 4 ഏക്കറിലേറെ വിസ്തൃതിയുണ്ട്. ശ്മശാനത്തിലെ ഹരിശ്ചന്ദ്രശില ഗതകാല ചരിത്ര സ്മൃതികൾ ഉണർത്തി നിലകൊള്ളുന്നവയാണ്. ശ്മശാന മധ്യത്തിലെ റോഡിനോട് ചേർന്ന സ്ഥലത്താണ് 3 അടി ഉയരവും 1.5 അടി വീതിയുമുള്ള കരിങ്കൽ സ്തൂപം സ്ഥിതി ചെയ്യുന്നത്. അതിന് മുകളിൽ 1 അടി ഉയരമുള്ള ശിവലിംഗമുണ്ട്. രണ്ടും ഒരു കല്ലിൽ തന്നെ ആണ്. കരിങ്കൽപ്പാളിയുടെ മിനുസപ്പെടുത്തിയ പ്രതലത്തിൽ തമിഴിൽ എന്തോ കൊത്തിയിരിക്കുന്നു. കാലപ്പഴക്കത്തിൽ എഴുത്ത് അവ്യക്തമാണ്. സത്യം തെളിയിക്കാൻ ശ്മശാന കാവൽക്കാരനെ കൊണ്ട് ദുർഗതി നേരിട്ട ഹരിശ്ചന്ദ്രൻ്റെ സ്മരണയ്ക്കായാണ് കല്ലിന് ഹരിശ്ചന്ദ്ര ശിലയെന്ന പേര് നൽകിയത്. ലിഖിതങ്ങളിൽ നിന്ന് AD 1668 അന്തരിച്ച വലങ്കൈ സമുദായ സേനാപതി വലങ്കൈ ലത്താറിൻ്റെ സ്മാരക ശിലയാണ് ഇതെന്നാണ് കരുതപ്പെടുന്നത്. കൊല്ലം ചാമക്കടയിലെ ഗണപതി ക്ഷേത്രത്തിൽ നിന്ന് ലഭിച്ച ശിലാശാസനങ്ങൾ ചരിത്ര വസ്തുക്കളുടെ നിജസ്ഥിതി കണ്ടെത്തുന്നതിന് സഹായകരമായി. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കൊല്ലത്ത് കുടിയേറിയ തമിഴ് സമൂഹത്തിൻ്റെ ചരിത്രത്തിലേക്കാണ് ശില വിരൽ ചൂണ്ടുന്നത്. വേലങ്കൈ, ഇടങ്കൈ എന്നീ വിഭാഗക്കാർ AD 10-ാം നൂറ്റാണ്ടിൽ തമിഴ്നാട്ടിൽ അധിവസിച്ചിരുന്നവരാണ്. ചോള രാജാക്കന്മാരുടെ പതനത്തിന് ശേഷം ഇവർ തെക്കേ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായി കുടിയേറി. ഈ പാലായനത്തിനിടയിൽ ചിലർ തോവാള വഴി നാഗർകോവിൽ, തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലേക്ക് കുടിയേറിപ്പാർത്തു. ഇവരിൽ വലങ്കൈ വിഭാഗക്കാർ യോദ്ധാക്കളോ കുടിയായതിനാൽ അവരെ തിരുവിതാംകൂർ രാജാക്കന്മാർ അഞ്ചിതാൻപുരിലിടം, അതായത് ഇന്നത്തെ അഞ്ചുകല്ലുമൂട് എന്ന സ്ഥലത്ത് താമസിപ്പിച്ചു. ഹരിശ്ചന്ദ്ര ശിലയുടെ മുകൾ ഭാഗത്ത് ആനയുടെ ചിത്രം കൊത്തിവെച്ചിരിക്കുന്നത് ഗണപതി പൂജയുടെ ഭാഗമായിട്ടായിരിക്കണം. അതിനാൽ വലങ്കൈ വിഭാഗക്കാരെ ഗണശക്തി പൂജകർ എന്നും വിളിക്കാറുണ്ട്. രാജേന്ദ്ര ചോളൻ ഒന്നാമൻ്റെ സൈനികരിൽ 14 വിഭാഗങ്ങൾ ഇക്കൂട്ടമാണ്. മലയാളത്തിലെ ആദ്യകാല ചിത്രങ്ങളിലൊന്നായ ഹരിശ്ചന്ദ്രൻ്റെ ചിത്രീകരണം ഈ ശ്മശാനത്തിലായിരുന്നു. കേരളത്തിലെ വിവിധ ശ്മശാനങ്ങൾ നിരീക്ഷിച്ചതിന് ശേഷമാണ് സംവിധായകനായ മെരിലാൻഡ് സുബ്രഹ്മണ്യം ലൊക്കേഷനായി ഇവിടം തന്നെ തിരഞ്ഞെടുത്തത്. അടുത്തിടെ അന്തരിച്ച കമുകറ പുരുഷോത്തമനെ അനശ്വരനാക്കിയ ആത്മവിദ്യാലയമേ എന്ന് തുടങ്ങുന്ന ഗാന ചിത്രീകരണം പൂർണ്ണമായും പോളയത്തോട് ശ്മശാനത്തിലായിരുന്നു നടത്തിയത്. തൃക്കുറിശ്ശി സുകുമാരൻ നായരാണ് ഹരിശ്ചന്ദ്രനായി വേഷമിട്ടത്. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇതുവരെ കേട്ടത് കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് വല്യശാല രാജു.